സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന പോസ്റ്റിന് ഒരുപാട് പ്രശ്നം ഉണ്ടായോ? എന്താണ് ആശ പറയും? അല്ല, ഞങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് 6 മാസത്തിനപ്പുറം ഞങ്ങളുടെ രണ്ടുപേരുടെയും സ്വഭാവം, അതായത് നോർത്തും വെസ്റ്റും പോലെ സൗത്തും പോലെയാണ്. ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാത്ത, അല്ലെങ്കിൽ തീർത്തും വ്യത്യസ്തരായ 2 വ്യക്തികളാണ്. അപ്പൊ 6 മാസമാണ് നമ്മൾക്ക് തന്നിരുന്ന ടൈം. അപ്പൊ 20 വർഷം 22 വർഷം എന്ന് പറയുമ്പോ തീർച്ചയായിട്ടും എനിക്ക് പകലാണെങ്കിൽ ആശയ്ക്ക് രാത്രിയാണ്, എനിക്ക് മധുരമാണെങ്കിൽ ആശയ്ക്ക് ഉപ്പാണ്, എനിക്ക് വെയിലാണെങ്കിൽ ആശയ്ക്ക് മഴയാണ്. ഇങ്ങനത്തെ 2 ആളുകൾ പ്രണയിച്ച് കല്യാണം കഴിക്കാൻ പോകുന്നു. അത് എത്ര ദിവസം? അത് ഉറപ്പ്, ഈ കറക്റ്റ് പറഞ്ഞത്. 6 മാസത്തിനപ്പുറം ഞങ്ങളുടെ ദാമ്പത്യം നീളില്ല എന്ന് പ്രഖ്യാപിച്ചവർ വരെയുണ്ട്. നമുക്ക് കാണാം 6 മാസം എന്ന് പ്രഖ്യാപിച്ചവർ വരെയുണ്ട്. അവർക്കിടയിൽ ഒരു വിസ്മയമായി 23-ാം വർഷത്തിലും ഈ സിനിമ വിജയകരമായി പ്രദർശനം തുടരുന്നുവെങ്കിൽ ആ പോസ്റ്റ് അങ്ങനെ തന്നെ ഇടാൻ പറ്റൂ. 22-ാം വിവാഹ വാർഷികം സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഒരു ചെറിയ കാര്യം ചോദിച്ചോട്ടെ, എന്താണ് ഈ കൂട്ടുകെട്ടിന്റെ സ്പാർക്ക്? നേരത്തെ പറഞ്ഞ പോലത്തെ ഞാൻ പറയട്ടെ ഉത്തരം. ആശയോടല്ലെങ്കിൽ സ്പോർട്സ് തന്നെയാണ്. ഞങ്ങളെ 2 പേരെയും ലോകത്തിന് സൂര്യന് കീഴിലുള്ള ഏത് വിഷയമെടുത്താലും, അത് റേഷൻ കടയിൽ പോയി അരി വാങ്ങുന്ന കാര്യം എടുത്താലും, മൊബൈൽ ഫോൺ കൂടുതൽ യൂസ് ചെയ്യുന്ന കാര്യം എടുത്താലും, എന്ത് കാര്യം എടുത്താലും, ഒരു സിനിമാ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന കാര്യം എടുത്താലും 2 അഭിപ്രായമുണ്ട്. പക്ഷേ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഏക സംഗതി ഞങ്ങളുടെ താല്പര്യങ്ങളും ഞങ്ങളുടെ അഭിപ്രായങ്ങളും ഞങ്ങളുടെ വിചാരങ്ങളും വികാരങ്ങളും ഒരുമിച്ച് ചേരുന്നത് സ്പോർട്സിലും ഫുട്ബോളിലും മാത്രമാണ്. അപ്പം എന്ത് പ്രശ്നം ഉണ്ടായാലും ചിലപ്പോൾ മക്കള് നിങ്ങൾ വലിയ പ്രശ്നം ഉണ്ടാക്കും. ഏതെങ്കിലും മോൻ വന്നിട്ട് അച്ഛാ ഇന്നലത്തെ ഫുട്ബോളിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കഴിഞ്ഞു. സത്യം ആണോ? സത്യം, സത്യമായിട്ട് ശ്രീമാനോട്ടം പറഞ്ഞ് ശരിയാ. വലിയ തർക്കം നടക്കുകയാണ്, വലിയ തർക്കം. ഒരാള് വടിയെടുക്കുന്നു, ഒരാള് വാളെടുക്കുന്നു. അപ്പൊ 9:30 മണിക്ക് കളി കാണണം, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മാച്ച് ലൈവ് ഉണ്ടായിരിക്കും. ഞാൻ TV വെക്കാൻ പോകും. കഴിഞ്ഞു. പിന്നെ ടു ബി കണ്ടിന്യൂഡ് ആണ്. ഓ, അതാണ് നമ്മുടെ പരിപാടി. പറയാം നേടാം പണം നേടാൻ. ഈ പണം നേടാൻ പരിപാടി കാണുന്ന ലോകത്തെ എല്ലാ മലയാളി ദമ്പതിമാരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ വഴക്കിട്ടോളൂ, തല്ലുകൂടിക്കോളൂ, പരസ്പരം എന്ത് വേണം ചെയ്തോളൂ, പക്ഷേ അന്ന് ഉറങ്ങാൻ കിടക്കുമ്പോ ഒരുമിച്ച് ഉറങ്ങുക. ടു ബി കണ്ടിന്യൂഡ് എന്ന് എഴുതി കാണിച്ചുകൊണ്ട് ഉറങ്ങുക. നൈസ് നൈസ്. എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇത്ര ഷോർട്ട് ടെമ്പേർഡ് ആകുന്നത്? ഞാൻ ആദ്യം ഞങ്ങൾ പരിചയപ്പെടുന്നത് തന്നെ വഴക്കിട്ടിട്ടാ. അതായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇന്റേൺഷിപ്പിന് വരുന്നവരെ കൊണ്ട് ചെയ്യിക്കുന്ന അടിമത്തം. അപ്പൊ ഈ അടിമത്തം ഒന്നും ഇല്ലാത്ത ലോകത്തുനിന്ന് വന്ന് എന്നെ അടിമപ്പണി ഇടിപ്പിച്ചപ്പോ മുതൽ ആദ്യം തീരുമാനിച്ചു, ഇതെന്ത് മനുഷ്യനാടേ എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങിയതാ. പക്ഷെ അന്നും ഇന്നും ഷോർട്ട് ടെമ്പേർഡ് ലെവൽ സെയിം തന്നെയാണ്, പിച്ച് ലെവലും സെയിം തന്നെയാണ്. പ്രത്യേകിച്ച് കമന്ററി വന്നപ്പോ കൂടിയിട്ടൊന്നുമില്ല. പണ്ടും അന്നും ഇന്നത്തെ പിച്ച് ലെവലും പിന്നെ ഷോർട്ട് ടെമ്പേർഡും ബാക്കിയെല്ലാം ഒരുപോലെയാണ്. പക്ഷേ ഒരു കാര്യമൊന്നുമില്ല, രാത്രി കിടക്കുമ്പോൾ ടു ബി കണ്ടിന്യൂഡ്. ടു ബി കണ്ടിന്യൂഡ്. ഇത്രയേ ഉള്ളൂ ജീവിതം അല്ലേ?